ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. 2 മാസം മുമ്പ് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് സെബാസ്റ്റ്യൻ പൊന്നയ്ക്കൽ ക്ലബ് ഹൗസിൽ ഒരു മുന്നറിയിപ്പ് എന്നോണം ശ്രോതാക്കളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു: ഖത്തറിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു നഴ്സിംഗ് സംഘടനയുടെ നേതാവ് ഖത്തറിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്താൻ സാധ്യതയുണ്ടെന്നും ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത് എന്നും IS തീവ്രവാദികളെ ശുശ്രൂഷിക്കാനും പിന്നീട് മതം മാറ്റി ISലേക്ക് തീവ്രവാദികളുടെ ലൈംഗിക അടിമകളാക്കി അയക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചെറിയൊരു ഹൈ ലെവൽ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സീരിയസ് റിപ്പോർട്ടാണത്. അതിനകത്ത് കേരളത്തിൽ നിന്ന് ഖത്തറിലേക്ക് നഴ്സിംഗ് സംഘടനയുടെ പേരിൽ ഒരു റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നു. പ്രധാനമായും ക്രൈസ്തവ പെൺകുട്ടികളെ ആയിരിക്കും അവർ റിക്രൂട്ട് ചെയ്യുക. അതൊരു ട്രാപ്പാണ്. ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ISIS വീണ്ടും ശക്തി പ്രാപിക്കാൻ പോകുന്നു. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് വീണ്ടും ശക്തി പ്രാപിക്കാൻ പോകുന്നു. ഖത്തറിനും കൂടെ കൈയുള്ള ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തി പ്രാപിക്കാൻ പോകുന്നു. അപ്പം അതിനുവേണ്ടി അവരുടെ ഭീകര അല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിക രാജ്യത്തേക്ക് ഇവന്മാരുടെ ഈ ഭീകരന്മാരെയൊക്കെ ശുശ്രൂഷിക്കുന്നതിന് നഴ്സസിനെ വേണം. അതിനുവേണ്ടിയുള്ള ഒരു സെലക്റ്റീവ് റിക്രൂട്ട്മെന്റ് ആണ്. അതിന് ക്രൈസ്തവ വിശ്വാസികളെ തെരഞ്ഞെടുത്തുകൊണ്ട് മതം മാറ്റി ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സെലക്റ്റീവ് റിക്രൂട്ട്മെന്റ്. ഇത് ഖത്തറിലെ നഴ്സിംഗ് സമൂഹത്തെ മുഴുവൻ അപമാനിച്ചു എന്ന രീതിയിലേക്ക് മാറുകയും സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ജിഹാദികൾ കൂട്ടമായി ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് ഖത്തർ മലയാളം മിഷൻ കോർഡിനേറ്ററായ ദുർഗാദാസ് തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ ലവ് ജിഹാദ് വിഷയം അവതരിപ്പിച്ച കാസയുടെ സംസ്ഥാന അധ്യക്ഷൻ കെവിൻ പീറ്ററിനോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: കേരളത്തിൽ നിന്ന് നഴ്സുമാരെ തീവ്രവാദികൾക്ക് ലൈംഗിക സേവനത്തിനായി കൊണ്ടുപോകുന്നതായി അറിയാൻ കഴിഞ്ഞെന്നും ഇതിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ആയിരുന്നു ആ ചോദ്യം. നമസ്കാരം, എൻ്റെ പേര് ദുർഗാദാസ്. ഞാൻ പീറ്റർ സാറിൻ്റെ അടുത്ത ഒരു ഇത് കേട്ടിരുന്നു. ഇപ്പം റിക്രൂട്ടിംഗ് പ്രത്യേകിച്ച് ഗൾഫ് നഗരത്തിലാണ് നമ്മളിപ്പോൾ ഇന്ത്യയിലേക്കാൾ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഞാൻ ഗൾഫ് നാട്ടിൽ നിന്നാണ് വരുന്നത്. ഈ പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ നഴ്സ് റിക്രൂട്ടിംഗ് എന്നുള്ള പേരിൽ ഒരു സംഗതി ഇപ്പം അതായത് ഈ തീവ്രവാദികൾക്കുള്ള ലൈംഗിക സേവയ്ക്ക് വേണ്ടിയാണ് അവരെ കൊണ്ടുപോകുന്നതെന്നും വരെ അറിയാൻ കഴിയുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു തടയാനുള്ള നടപടിയോ മറ്റു കാര്യങ്ങളോ ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു. ഈ ചോദ്യം പിന്നീട് പൊളിറ്റിക്കൽ ഇസ്ലാം നഴ്സ് സംഘടനകൾ നഴ്സുമാരെ അപമാനിച്ചു എന്ന് ആരോപിച്ച് സോഷ്യൽ മീഡിയകളിലും വാർത്താമാധ്യമങ്ങളിലും വലിയ വിപ്ലവം തന്നെ ഉണ്ടാക്കി. എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദുർഗാദാസിന്റെ ഖത്തറിലെ ജോലി നഷ്ടമായി. ഖത്തർ മലയാളം മിഷൻ കോർഡിനേറ്റർ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിനെതിരെ മതവിദ്വേഷത്തിന് കേസെടുക്കണമെന്ന് പറഞ്ഞ് വിവിധ മുസ്ലിം സംഘടനകൾ പരാതിയും കൊടുത്തു. ഇതെല്ലാം സംഭവിച്ചിട്ട് അധിക നാളായില്ല. എന്നാൽ ഇതാ ഇപ്പോൾ റിക്രൂട്ട്മെന്റിന്റെ മറവിൽ സ്ത്രീകളെ സിറിയയിലേക്ക് കയറ്റി അയക്കുന്ന ഏജൻസിയെ തേടി NIA നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും വന്നിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് 60,000 രൂപ ശമ്പളം പ്രതിമാസം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് കൊണ്ടുപോയ കുട്ടികളെ അവിടെ വെച്ച് 9.5 ലക്ഷം രൂപയ്ക്ക് അറബികൾക്ക് വിറ്റു. പിന്നീട് അവിടെ നിന്ന് ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകര സംഘടനയ്ക്കും ഈ പെൺകുട്ടികളെ വിൽക്കാൻ ശ്രമം നടത്തുകയുണ്ടായി. ഈ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി പ്രാഥമിക പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. പരാതി കൊടുത്ത സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന മാവേലിക്കര സ്വദേശിനിയെയും ഹിന്ദി സംസാരിക്കുന്ന മറ്റൊരു യുവതിയെയും സിറിയയിൽ കൊണ്ടുപോയി ISന് വിറ്റതായിട്ടാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെ
100-ലേറെ മലയാളി യുവതികൾ കുവൈറ്റിൽ അടിമപ്പണി ചെയ്യുന്നുണ്ടെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പരാതിക്കാരിക്ക് പുറമെ രക്ഷപ്പെട്ടു വന്ന 2 മലയാളി യുവതികളിൽ നിന്നുകൂടിയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. ജോലി സംബന്ധമായി കുവൈറ്റിൽ താമസിക്കുന്ന ഒരുപറ്റം മലയാളികളുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ദുരൂഹതകൾ മാത്രം പര്യവിശേഷിപ്പിച്ചുകൊണ്ട് 3 മലയാളി പെൺകുട്ടികൾ കൂടി ജസനയ്ക്കും എമിലിക്കും പുറകെ ചരിത്രത്തിൽ തിരോഭവിക്കപ്പെട്ടു പോകുമായിരുന്നു. ദൃശ്യമാധ്യമങ്ങളിൽ പതിവ് പോലെ ഈ വാർത്തയ്ക്ക് കാര്യമായ പ്രാധാന്യം ഒന്നും ഇതുവരെ കൊടുത്തു കണ്ടിട്ടില്ല. കണ്ണൂർ സ്വദേശിയായ MK ഗസാലി എന്ന മതഭീകരനാണ് അത്യന്തം ഹീനമായ ഈ മനുഷ്യക്കടത്ത് റാക്കറ്റിന്റെ തലവനായി പ്രവർത്തിച്ചത്. നല്ല ഒന്നാന്തരം മലയാളി. എറണാകുളത്ത് താമസിക്കുന്ന അജുമോനാണ് കേരളത്തിൽ നിന്ന് യുവതികളെ റിക്രൂട്ട് ചെയ്യുന്നതെന്നും അജുമോനെ പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഏജന്റുമാർ ഉണ്ടെന്നുമാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. മെയ് 16 രജിസ്റ്റർ ചെയ്ത FIR-ൽ കടുത്ത അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത്യന്തം ഗുരുതരമായ ഈ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോഴാണ് കേരളത്തിലെത്തിയത്. വോട്ടും ഫണ്ടും മാത്രം ലാക്കാക്കി ഇസ്ലാം തീവ്രവാദത്തോട് മൃദു സമീപനം പുലർത്തുന്ന ഭരണാധികാരികളും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. അതിനാൽ ജനം തന്നെ സ്വയം ജാഗ്രത തുടരേണ്ടിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റുകൾ നടക്കുമ്പോൾ ഇത് നടത്തുന്ന സ്ഥാപനങ്ങൾ ഗവൺമെന്റ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നതാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുൻപോട്ടുള്ള നടപടികൾ സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള തീവ്രവാദ കെണികളിൽ യുവതികൾ ചെന്ന് പതിക്കുക സ്വാഭാവികമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിതമായ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും തോറ്റ് തുന്നം പാടിയ കോൺഗ്രസിലെ യുവ നേതാവാണ് VT ബൽറാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കണ്ണിൽ കണ്ട വിഷയങ്ങളിലെല്ലാം കയറി ഇടപെട്ട് കയ്യടി നേടാൻ ഗാലറിക്ക് വേണ്ടി കളിച്ച ബലരാമനെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിച്ച് മൂലക്കിരുത്താൻ LDF നടത്തിയ നീക്കങ്ങളെല്ലാം കൃത്യമായി തന്നെ ഏറ്റു. അങ്ങനെ രാഷ്ട്രീയ കേരളത്തിൽ വിവാദങ്ങളാകുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കപ്പുറത്ത് ഒന്നുമല്ലാതായിപ്പോയി VT ബൽറാം. ഒഴിവുവന്ന രാജ്യസഭാ സീറ്റിലേക്ക് വനിതാ നേതാവ് ജബി മേത്തറെ കോൺഗ്രസ് പരിഗണിച്ചതോടെ രാഷ്ട്രീയ കേരളത്തിൽ തികച്ചും അപ്രസക്തനായി പോയ ബലരാമൻ തൻ്റെ ഇച്ഛാഭംഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കാൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുതുകത്തേക്ക് കയറാൻ ഒരുമ്പെടുകയാണ്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും മുസ്ലിം പള്ളികളിലെ വെള്ളിയാഴ്ച ജൂമാ നമസ്കാരത്തിന് ശേഷം സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതോ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലോ ഉള്ളതായ പ്രഭാഷണങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ലത്ര. കഷ്ടം. ഇസ്ലാമിക തീവ്രവാദ നിലപാടുകാരെ സന്തോഷിപ്പിക്കാനായി ക്രൈസ്തവ ഹൈന്ദവ വിശ്വാസികളെ ചാരിക്കൊണ്ടായിരുന്നു ബലരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാലാ ബിഷപ്പ് മാർ കല്ലറങ്ങാട്ടിനെതിരെ ഒളിയമ്പ് എറിയാനും ബൽറാം മറന്നില്ല. നാർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള കഴമ്പില്ലാത്ത വിദ്വേഷ പ്രചരണങ്ങളും സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ദുരാരോപണങ്ങളും ബിഷപ്പ് നടത്തിയതായി ബൽറാം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നു. ബൽറാം വിദ്യാസമ്പന്നനായിരിക്കാം, പക്ഷേ താങ്കൾ ക്രൈസ്തവരുടെ മതസഹോദര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നെന്ന് KCBC പറഞ്ഞിട്ടുണ്ട്. ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ KCBC ഐക്യജാഗ്രത കമ്മീഷൻ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയുണ്ടായി. ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച്
ഒരു രൂപതാധ്യക്ഷൻ തൻ്റെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു വിദ്വേഷ പ്രചരണത്തിനുള്ള ശ്രമമായിരുന്നില്ല. മറിച്ച് കഴിഞ്ഞ ചില വർഷങ്ങളായി ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെടുകയും ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ബോധപൂർവം നൽകിയ മുന്നറിയിപ്പായിരുന്നത്. സാമൂഹിക സൗഹാർദ്ദത്തിനും മതമൈത്രിക്കും ഏറ്റവും കൂടിയ പരിഗണന നൽകിയിട്ടുള്ള ക്രൈസ്തവ സമൂഹം പോലും അത്തരം ഗൗരവമുള്ള മുന്നറിയിപ്പുകൾ നൽകാൻ നിർബന്ധിതരാകുന്ന പശ്ചാത്തലത്തെക്കുറിച്ച് ശ്രീ VT ബൽറാമിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇനിയും കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും അവരുടെ സാന്നിധ്യത്തെക്കുറിച്ചും ഒട്ടേറെ മുന്നറിയിപ്പുകൾ ഇതിനകം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. മുൻ DGPമാർ പലരും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കേരളത്തിൽ റാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. വർഷങ്ങളോളം അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ചില തീവ്രവാദ ഗ്രന്ഥങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകുന്നു എന്ന് കണ്ടെത്തി നിരോധിക്കണമെന്ന് പോലീസ് മേധാവികൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന ഗ്രന്ഥം ഇതിലെ അവസാനത്തെ ഉദാഹരണമാണ്. മയക്കുമരുന്നും തീവ്രവാദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്തർദേശീയ പഠനങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഉപഭോഗവും വിപണനവും ഭീതിജനകമാം വിധം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ അത്തരം ആശങ്കകൾ ഉയരുന്നെങ്കിൽ അത് തള്ളിക്കളയേണ്ട കാര്യമല്ല, മറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യേണ്ട വിഷയമാണ്. ഇത്തരം പശ്ചാത്തലങ്ങൾ മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്താനുള്ള പ്രവണത ബൽറാമിനെ പോലെയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് തികച്ചും അപലപനീയമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കുകയുണ്ടായി. ബൽറാം കടുത്ത മറവി രോഗത്തിന്റെ പിടിയിലാണെന്ന് ഞങ്ങളെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ രാമനെ പോലെ ഉള്ളവർക്ക് കാണാൻ കുറച്ച് വീഡിയോകളും. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്തുമസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത്. എന്നിട്ട് ആ ഒരു പുത്രൻ എന്ന നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് ആ നിലക്ക് ആശംസ കൊടുക്കുന്നത്, ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത്, ചാറ്റിംഗ് അയക്കുന്നത്, SMS കൊടുക്കുന്നത്, കേക്ക് മുറിക്കുന്നത്, പുൽക്കൂടുണ്ടാക്കുന്നത്, ബാൻഡും ചാട്ടവും ആഭാസവും ഒക്കെ നടക്കുന്നത്. നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? കേരളത്തിലെ എല്ലാ മെമ്പറും വെള്ളിയാഴ്ച മുജാഹിദുകൾക്ക് വിട്ടുതരിക. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ എല്ലാ മെമ്പറും തബ്ലീഗ് ജമാഅത്തിന്റെ, സുന്നിയുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മെമ്പർ വെള്ളിയാഴ്ച മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് കുത്തുപെടുത്താൻ തരിക. 10 കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്, ഇവിടെ വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. HMP കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടി അള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ, പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുന്നു, ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് നമ്മുടെ ജീവനതുല്യം സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യൂ. വിമർശനം എന്ന പേരിൽ അന്യമതസ്ഥരുടെ ആചാരങ്ങൾക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന തരം ഭാഷയിൽ ഈ തീവ്രവാദികൾ ഉറഞ്ഞു തുള്ളുന്നത് ബലറാം കാണുന്നില്ലേ? വലിയ മതേതര പുണ്യവാളനായി ചമഞ്ഞു നടന്ന താങ്കൾ മതവെറിയന്മാരായ വസീം അൽ ഹിക്കാമി, മുജാഹിദ് ബാലുശ്ശേരി തുടങ്ങിയവർക്കെതിരെ എപ്പോഴെങ്കിലും താങ്കളൊന്ന് വായ തുറന്നിട്ടുണ്ടോ? വെണ്ണല ക്ഷേത്രത്തിലും അനന്തപുരി സമ്മേളനത്തിലും PC ജോർജ് നടത്തിയ പ്രസംഗത്തിൽ വർഗീയതയുണ്ടെന്ന് പറയുന്ന താങ്കൾ ഇവരാരും നടത്തിയതുപോലെയുള്ള കൊലപാതക ആഹ്വാനം, കൊലപാതക ഭീഷണിയും PC നടത്തിയില്ല എന്ന സത്യം എന്താണ് പറയാത്തത്? നാർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള കഴമ്പില്ലാത്ത വിദ്വേഷ പ്രചരണങ്ങൾക്ക് വേദിയായത് ക്രൈസ്തവ ആരാധനാലയങ്ങൾ തന്നെയാണെന്നുള്ള താങ്കളുടെ പരാമർശത്തിന് പകരമായി ഇസ്ലാം തീവ്രവാദികളിൽ നിന്ന് അച്ചാരം പറ്റി താങ്കൾ ഉപജീവനം കഴിച്ചുകൊള്ളുക. ക്രൈസ്തവർ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. സഭാമക്കൾക്ക് നേരിടാനിടയുള്ള വിപത്തുകളെപ്പറ്റി ഉത്തരവാദിത്വമുള്ള അപ്പനെ പോലെ
കുറവിലങ്ങാട് പള്ളിയിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ വെച്ച് മുന്നറിയിപ്പ് തരികയായിരുന്നു മാർ ജോസഫ് കല്ലറങ്ങാട്ട്. അല്ലാതെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള ഒരു ദുരാരോപണവും പാലാ പിതാവ് ഉന്നയിച്ചില്ല. മിസ്റ്റർ ബൽറാം, പാലാ ബിഷപ്പ് പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് കയറ്റി അയച്ച 2 കപ്പൽ ഹെറോയിൻ എന്ന മയക്കുമരുന്ന് അഗത്തിയിൽ വെച്ച് കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തത് ബലരാമൻ അറിഞ്ഞിട്ടില്ലായിരിക്കും. ഗുജറാത്ത് തീരത്ത് അടിക്കടി പാകിസ്ഥാൻ ബോട്ടുകൾ മയക്കുമരുന്ന് ശേഖരവുമായി പിടിക്കപ്പെടുന്നതും ബലരാമന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ലായിരിക്കും. ഇസ്ലാം തീവ്രവാദികളുടെ കയ്യിലെ കളിപ്പന്തായി താങ്കൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നൂപൂർ ശർമ്മ തൊടുത്തുവിട്ട വിവാദത്തിന് പോലീസ് കൈക്കൊണ്ട ജാഗ്രതാ നടപടി താങ്കൾ മറയായി പിടിച്ച് ഇസ്ലാം പ്രീണനത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. മുമ്പ് പാവങ്ങളുടെ പടത്തലവനായ AKGക്കും മലയാളത്തിലെ എഴുത്തുകാരി KR മീരയ്ക്കുമെതിരെ താങ്കൾ ഫേസ്ബുക്കിൽ നടത്തിയ കലഹങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഈ കേരളത്തിലുള്ളവരാരും അതൊന്നും മറന്നിട്ടില്ല. പക്ഷേ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ക്രൈസ്തവരുടെ മൊത്തം ആശങ്കകളാണ്. ക്രൈസ്തവർ ഒറ്റക്കെട്ടായി ബിഷപ്പിന്റെ പിന്നിലുണ്ടാകും. മിസ്റ്റർ ബലരാമ, കേരളക്കരയിൽ ഏറെ വിവാദമായ സിസ്റ്റർ അഭയ കൊലക്കേസിലെ ആക്ഷൻ കൗൺസിൽ ചെയർമാനായിരുന്ന ജോമോൻ പുത്തമ്പുരയ്ക്കൽ തൻ്റെ ആത്മകഥ പുറത്തിറക്കി. ദൈവത്തിൻ്റെ സ്വന്തം വക്കീലെന്ന ശീർഷകമുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനം മറ്റൊരു വിവാദത്തിന് കൂടി തിരിതെളിക്കുന്ന ചടങ്ങായി മാറി. ചടങ്ങിൽ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചത് ഇന്ത്യ നിരോധിച്ച ഭീകര സംഘടനയായ സെമിയുടെ സജീവ പ്രവർത്തകനായിരുന്ന, ഇപ്പോൾ മലപ്പുറത്തെ സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റ് MLA-യുമായ KT ജലീലായിരുന്നു. 2018 കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ജസ്റ്റിസ് സിറിയക് ജോസഫ് ബാംഗ്ലൂരിലെ ഫോറൻസിക് ലാബ് സന്ദർശിച്ച വിവരം പരാമർശിക്കുന്ന പുസ്തകഭാഗം ചൂണ്ടിക്കാട്ടി അഭയ കേസിൽ അവിഹിത ഇടപാടുകൾ നടത്തിയ ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇപ്പോൾ വഹിക്കുന്ന ലോകായുക്ത ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് ജലീൽ ആവശ്യപ്പെടുകയുണ്ടായി. ഒരു ന്യായാധിപൻ എങ്ങനെ ആവരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലോകായുക്ത സിറിയക് ജോസഫ് എന്ന് തെളിവ് സഹിതം പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ ഒരു തരികിടയും ജോമോന്റെ അടുത്ത് വിലപ്പോയില്ല. നീതിബോധം അദ്ദേഹത്തിൽ അല്പമെങ്കിലും തൊട്ടുതീട്ടിയിട്ടുണ്ടെങ്കിൽ ലോകായുക്ത സ്ഥാനം രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. തൊട്ടു പിന്നാലെ സംസാരിച്ച രാജ്യസഭ മുൻ ഡെപ്യൂട്ടി സ്പീക്കറും കോൺഗ്രസ് നേതാവുമായ PJ കുര്യൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് അഭയ കേസിൽ ഒരിടത്തും ഇടപെട്ടിട്ടില്ലെന്നും വ്യക്തിപരമായി അത് തനിക്ക് ബോധ്യമുള്ള കാര്യമാണെന്നും പറഞ്ഞ് ജലീലിന്റെ വാദഗതികളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഫോറൻസിക് ലാബിൽ അദ്ദേഹം പോയത് എങ്ങനെ? അദ്ദേഹം പോയത് ഓൺ ഇൻവിറ്റേഷൻ ഓഫ് ദി ഡയറക്ടർ. അദ്ദേഹത്തോടൊപ്പം രജിസ്ട്രാറുണ്ട്, 3 ജഡ്ജിമാരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. റിപ്പോർട്ട് CBIക്കും കോടതിക്കും കൊടുത്ത 6 മാസമെങ്കിലും കഴിഞ്ഞിട്ടാണ് സിറിയക് ജോസഫ് അവിടെ വിസിറ്റ് ചെയ്യും. ഞാനും എൻ്റെ ഇൻഫർമേഷൻ എനിക്കറിയാവുന്ന ബോധ്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ജലീല് ഇത് പറയുമ്പം ജലീലിന് അദ്ദേഹത്തോട് വല്ല വ്യക്തിവിരോധം ഉണ്ടോ ആയിട്ട് പറയാൻ നമുക്ക് സംശയിക്കാം. അങ്ങനെ അല്ലെന്ന് ഞാൻ കരുതുന്നു. അതെ ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലെന്ന് കരുതുന്നത് പറയുന്നത്. ജലീല് പുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞത്. താൻ എഴുതിയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും PJ കുര്യനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുമായിരുന്നു ജോമോന്റെ മറുപടി. കുര്യൻ സാറ് തെറ്റിദ്ധരിക്കണ്ട, തെറ്റിദ്ധാരണ ഇല്ലാതെ ആണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ബോധ്യപ്പെടുത്താം. കാലങ്ങളായി സഭയോട് വിമത നിലപാട് സ്വീകരിച്ചു പോരുന്ന ജോമോൻ പുത്തമ്പുരക്കലിന്റെ ആൽമ കിതാബിലെ പരാമർശം കാട്ടി പുറമെ കമ്മ്യൂണിസ്റ്റ് കുപ്പായമണിഞ്ഞ് നടക്കുന്ന ഇസ്ലാം ചിന്തകനായ ജലീല് കിട്ടിയ അവസരം മുതലെടുത്ത് തന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ച ലോകായുക്തയോട്
ചൊരുക്ക് തീർത്തതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ വാസ്തവം എന്താണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ലാബ് സന്ദർശിച്ചത് 2008 മെയ് മാസത്തിലായിരുന്നു. അഭയ കേസിലെ പ്രതികൾ അറസ്റ്റിലാകുന്നത് 2008 നവംബറിലും. കൃത്യമായി പറഞ്ഞാൽ 6 മാസത്തെ വ്യത്യാസം. എന്നാൽ പ്രതികൾ അറസ്റ്റിലാകുന്നതിനും ഏകദേശം 1 വർഷം മുമ്പ് തന്നെ, കൃത്യമായി പറഞ്ഞാൽ 2007 ഒക്ടോബർ 26-ന് ബാംഗ്ലൂർ ഫോറൻസിക് ലാബിൽ നിന്നും ലഭിച്ച സീഡികൾ CBI കോടതിയിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത് വസ്തുതാപരമാണെന്ന് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാമായിരുന്നിട്ടും ജോമോൻ പുത്തമ്പുരയ്ക്കൽ ജലീലിലൂടെ നടത്തിയത് അവരുടെ മനസ്സിൽ ഊറിക്കൂടി തണുത്തുറഞ്ഞു കിടക്കുന്ന ചില പ്രതികാര ചിന്തകളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിപൂർണമായി നിരോധിച്ചിരിക്കുന്ന ഒരു സുരക്ഷാ മേഖലയായ ബഫർ സോൺ റെയിലിൻ്റെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ജൂൺ 3-ന് സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് കേരളത്തിലെ 6 നാഷണൽ പാർക്കുകളുടെയും 18 വന്യജീവി സങ്കേതങ്ങളുടെയും അടക്കം 24 സങ്കേതങ്ങളുടെ 1 കിലോമീറ്റർ അകലം ബഫർ സോണാക്കി മാറ്റേണ്ടി വരും. അതായത് ഇവയുടെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഏകദേശം 1.5 ലക്ഷത്തോളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുകയാണ് ഈ കോടതി വിധി. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുടെ 1 കിലോമീറ്റർ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളെല്ലാം ബഫർ സോണാണെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് കടുത്ത പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇടുക്കി, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിക്കുക. കേരളത്തിലെ വാണിജ്യ കേന്ദ്രമായ കൊച്ചി നഗരത്തെ പോലും ബാധിക്കുന്ന വിധത്തിലാണ് ബഫർ സോണിന്റെ അളവുകൾ കിടക്കുന്നത്. സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും KCYM മാനന്തവാടി രൂപതയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ബഹുജന പ്രക്ഷോഭ റാലി വളരെ ശക്തമായിരുന്നു. കേരള സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം ശക്തമായ നിലപാടുകളോടെ സംവദിക്കുന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. ഒരു ജനതയുടെ അതിജീവനം അസാധ്യമാക്കുന്ന വിധി അതാര് പറഞ്ഞാലും അപ്രകാരം ഒരു വിധിക്ക് ഇടവരുത്തുന്ന നിർദ്ദേശങ്ങൾ കോടതിക്ക് മുമ്പിൽ എത്തിച്ചത് ആരാണ് എന്ന് ഞങ്ങൾക്കറിയണം. ആ വിധി തിരുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഇല്ല എങ്കിൽ വെച്ച കാലം പിന്നോട്ടെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പാവപ്പെട്ട കർഷകൻ 4 മൂട് കപ്പ നട്ടാൽ പരിസ്ഥിതി ആവിയായി പോകും എന്ന് പറയുന്നതിന്റെ ന്യായവാദം നിങ്ങളോളം പഠിപ്പില്ല എങ്കിലും ഞങ്ങൾക്കറിയാം. നിങ്ങൾ പറയുന്നത് അല്ലയോ ഉദ്യോഗസ്ഥരെ ശുദ്ധ ഭോഷത്വമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ആ ഭോഷത്വത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ വരും തലമുറകളെയും ബലികൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുവാനാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. കാട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന തരത്തിലുള്ള നടപടികളാണ് ബഫർ സോണിലൂടെ സംജാതമാകാൻ പോകുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. എന്നാൽ ജനങ്ങളുടെ ജീവിതത്തെക്കാൾ വലുതായി കാടിനെയും മൃഗങ്ങളെയും കാണുമ്പോൾ അത് തികച്ചും തലതിരിഞ്ഞതും മനുഷ്യത്വരഹിതവുമായി കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ നെറുകയിൽ പതിക്കാമായിരുന്ന സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ ആ വെള്ളിവര മായുകയാണ്. അത്യന്തം ധാർഷ്ട്യത്തോടെ പിണറായി സർക്കാർ ആസൂത്രണം ചെയ്ത സർക്കാരിന്റെ സ്വപ്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന റെയിലിനെ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നടപ്പിലാക്കുമെന്നും അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ലെന്നും സ്വരം ഘടിപ്പിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ നിലപാടുകളെ മയപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇനി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂവെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നു. തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് പോലും എന്തൊരു ധാർഷ്ട്യമായിരുന്നു. വരാൻ പോകുന്ന കേരയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല.
ഇവിടെ വരിക തന്നെ ചെയ്യും. എന്ത് സംഭവിച്ചാലും സിൽവർ ലൈനുമായി മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ജനത്തിന്റെ പ്രതിഷേധ ചൂട് ഇലക്ഷൻ റിസൾട്ടിലൂടെ തിരിച്ചറിഞ്ഞപ്പോൾ കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ടാണെങ്കിലും തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതായി വന്നു. ഇപ്പോൾ സിൽവർ ലൈൻ പോലുള്ള വികസന പദ്ധതികളാകുമ്പോൾ അതിന് കേന്ദ്ര അനുമതി വളരെ പ്രധാനമാണ്. കേന്ദ്ര അനുമതി ഇല്ലാതെ നടത്താൻ പറ്റില്ല. അപ്പൊ അതിന്റെ വലിയ എതിർപ്പുകൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് സ്വാഭാവികമായും BJPയും കൂടി അതിന്റെ കൂടെ ചേരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അനുമതി തരുന്ന കാര്യത്തിൽ നേരത്തെ അനുകൂല നിലപാടൊക്കെ സ്വീകരിച്ചെങ്കിലും ഒന്ന് ശങ്കിച്ചു നിൽക്കും. അപ്പൊ അനുകൂല നിലപാട് വന്നാൽ മാത്രമേ നമുക്കതുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും ഇത് ജനങ്ങളുടെ വിജയം തന്നെയാണ്. സ്വന്തം അതിജീവനത്തിന് വേണ്ടി പാവങ്ങൾ നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും വിജയം. ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന ഗവൺമെന്റുകൾക്കും കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം വികസന പദ്ധതികൾ കൊണ്ടുവരുന്ന രാഷ്ട്രീയക്കാർക്കും ഇതൊരു പാഠമാകണം. എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി ഇത്രയും പ്രകോപിതനാകുന്നത്? സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തുന്ന ദുസ്വപ്നമായി മാറുന്നതും എന്തുകൊണ്ടാണ്? ഈ വിഷയത്തിൽ ഷെഖീന ബിഗ് ഡിബേറ്റിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ മറ്റാരും ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ ആരോപണങ്ങളെ പറ്റി സത്യസന്ധമായി അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ്. നേരത്തെ ഇത് ഈന്തപ്പഴത്തിന്റെ രൂപത്തിൽ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയപ്പെടുമ്പോൾ ഇപ്പൊ ബിരിയാണി ചെമ്പിലേക്ക് മാറ്റപ്പെട്ടു. അപ്പൊ ഇത് ബിരിയാണി ചെമ്പും ഈന്തപ്പഴവും മറ്റു പല പുസ്തകങ്ങളുടെയും ഒക്കെ ഇങ്ങോട്ടേക്ക് ഒഴുകപ്പെട്ട, അല്ലെങ്കിൽ ഈ ദേശത്തിന്റെ സുരക്ഷയെ തകർക്കുന്ന, സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെ വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫണ്ട് സോഴ്സിനെ പറ്റി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അത് അന്വേഷിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ ജനത്തിന് മുമ്പിലുള്ള ആ ഒരു സംശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റുള്ളൂ. സ്വപ്ന തുറന്നുവിട്ട ആരോപണങ്ങളുടെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കേരളം മുഴുവൻ. ഇതിന്റെ പരിസമാപ്തിയെക്കുറിച്ചുള്ള ഏകദേശ ധാരണ മാധ്യമപ്രവർത്തകൻ ജോൺസൺ പൂവന്തുരുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ ഉത്തരവാദികളല്ല. ഇപ്പൊ ഈ പറഞ്ഞത് വലിയ ആരോപണങ്ങളാണ്, രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് ഒരു സ്ത്രീ രംഗത്ത് വന്ന് ഉന്നയിച്ചത്. എന്നാൽ അവർ ഉന്നയിച്ച ആരോപണം ഇവർ പറയുന്നതനുസരിച്ച് ED മുതലുള്ളവർക്ക് നൽകിയതാണെന്നാ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ED അതിന്റെ മുന്നിലേക്ക് കാര്യമായ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ കേസിൽ ഇനിയും വലിയ കാര്യങ്ങളും കേസുകളും ഭൂകമ്പങ്ങളൊക്കെ വന്നാൽ ഒന്നും സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു കോൺസുലേറ്റ്, ഒരു വിദേശ കോൺസുലേറ്റ് ഇതിൻ്റെ അകത്ത് കക്ഷിയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം. ഇപ്പൊ ബിരിയാണി ചെമ്പ് ഇവിടുന്ന് കൊടുത്തയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം കൊടുത്തയച്ച ആളോട് ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ടോ, അതിൻ്റെ അകത്ത് എന്തായിരുന്നു ചോദിക്കണം. പക്ഷെ ഇവിടെ ചോദിക്കാൻ പറ്റില്ല, കാരണം അതിന് നയതന്ത്രപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സംരക്ഷണമുണ്ട്. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ ഒരു സർക്കാരിന്, രാജ്യത്തെ സർക്കാർ വിചാരിച്ചാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് പല പരിമിതികളും പല നിയമപ്രശ്നങ്ങളും നിലവിലുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പലതിനും വിലങ്ങ് തടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കപ്പുറത്തേക്ക് ഈ സംഭവം വളർന്ന വലിയൊരു കേസാകുമെന്ന്, ഇതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തുമെന്നും അല്ലെങ്കിൽ അവരെ ഉത്തരവാദികളാണെങ്കിൽ അവരെ ശിക്ഷിക്കുമെന്നോ മാതൃകാപരമായ ശിക്ഷ അവർക്ക് ലഭിക്കുമെന്നോ ഒന്നും നമ്മളാരും കരുതേണ്ടതില്ല. അതിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. നാഷണൽ ഹെറാൾഡ് കേസിൽ ED രാഹുൽ ഗാന്ധിയെ ദിവസങ്ങളായി ചോദ്യം ചെയ്തു വരികയാണ്. അതിൻ്റെ പേരിൽ രാജ്യമെങ്ങും കോൺഗ്രസ് സമര കോലാഹലങ്ങളും ആരംഭിച്ചു. ഇന്ത്യയിലെ ഏതൊരു പൗരനും ലഭിക്കുന്ന നീതി മാത്രമേ രാഹുൽ ഗാന്ധിയും അർഹിക്കുന്നുള്ളൂ എന്ന സത്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. പ്രോബ്ലങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായില്ലെങ്കിൽ അടുത്തയാഴ്ച ന്യൂസ് കാനുമായി വീണ്ടും കാണാം.